ഇന്ന് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന റെസിപ്പി കാണിച്ചു തരാം. അപ്പോൾ കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ല അടിപൊളി ഒരു റെസിപ്പിയാണ് കേട്ടോ. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാൻ തയ്യാറാക്കി എടുത്തത് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം. അതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ മറന്നു പോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ആദ്യം തന്നെ പറയുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻറ്റ്, ഒരു ഹാർട്ടെങ്കിലും നിങ്ങൾ കമൻ്റായിട്ടൊന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാനിവിടെ ഒരു 1/2 കപ്പ് നമ്മളെ റവയില്ലേ, സൂചിപ്പൊടിയില്ലേ, അതെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രയും മതിയാവും കേട്ടോ. ഞാൻ കുറഞ്ഞ അളവിലാണ് ഞാനിവിടെ കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 കപ്പ് അളവ് എടുത്തിട്ട് അങ്ങനെ ചെയ്തെടുക്കാം. ജാറിലേക്ക് ഞാൻ ആദ്യം തന്നെ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം ഒരു 3 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമുക്ക് മധുരം വേണമെങ്കിൽ കൂട്ടിയും കുറച്ചൊക്കെ കൊടുക്കട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടാണ്. 1 മുട്ട ഞാൻ പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ സൂചിപ്പൊടി കൂടുതൽ എടുക്കുകയെന്ന് വെച്ചാൽ 2 മുട്ട എടുക്കട്ടോ. ഇനിയിപ്പോൾ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ട ചേർക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കൂടുതലായി പോകാൻ പാടില്ല കേട്ടോ. ഓരോന്നിനും ഓരോ അളവുണ്ട്. ഇതിപ്പോൾ 1/2 കപ്പ് സൂചിപ്പൊടിയാണല്ലോ. ഇപ്പോൾ 1 കപ്പ് സൂചിപ്പൊടി എടുക്കുകയെന്ന് വെച്ചാൽ 2 മുട്ട വേണ്ടി വരും. ഇനിയിപ്പോൾ ഇത് ഞാൻ ജാറിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഏലക്ക കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ തൊലി ഭാഗം കളഞ്ഞതിന് ശേഷം കുരു മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നല്ല നെയ്യാണ് കേട്ടോ. അപ്പോൾ നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കുറച്ച് മാത്രം മതിയാവും, 1/2 ടീസ്പൂൺ മാത്രം മതിയാവുക. ഇപ്പോൾ നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇതേപോലത്തെ ചെറിയൊരു കഷ്ണം ക്യാരറ്റാണ് കേട്ടോ. കുഞ്ഞി കഷ്ണം മാത്രം മതിയാവും, കൂടുതലൊന്നും വേണമെന്നില്ല കേട്ടോ. ഇത് കുഞ്ഞി കഷ്ണം മതിയാവും. അപ്പോൾ ഇതൊന്ന് ഇതേപോലെ ഒന്ന് ഞാൻ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. കുഞ്ഞി കഷ്ണമാക്കിയിട്ട് ഇട്ട് കൊടുക്കാൻ ശ്രദ്ധിക്കാം കേട്ടോ, എന്നാലന്ന് അരഞ്ഞ് കിട്ടും. അപ്പോൾ ക്യാരറ്റൊന്നും കൂടുതൽ വേണമെന്നില്ല കേട്ടോ. ഈ ഒരു ചെറിയ കഷ്ണം തന്നെ ധാരാളമാണ്. അപ്പോൾ പിന്നെ നിങ്ങളിപ്പോൾ 1 കപ്പ് എടുക്കുകയെന്ന് വെച്ചാൽ ഇതിനേക്കാട്ടും കൂടുതലായിട്ട് ക്യാരറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മളെ വീട്ടിൽ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് നമ്മളിത് ഈ ഒരു റെസിപ്പി തയ്യാറാക്കിയത് കേട്ടോ. അപ്പോൾ ഗസ്റ്റൊക്കെ വരുന്ന സമയത്തൊക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയും കൂടിയാണ് ഇട്ടത്. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിതുപോലെ ചെയ്ത് നോക്കുക വെച്ചാൽ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഇത് നമ്മൾ ക്യാരറ്റ് ഈ ഒരു മുട്ടൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലോണം ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കണം കേട്ടോ. അപ്പം നമ്മളെ ക്യാരറ്റ് നല്ലോണം അരഞ്ഞ് കിട്ടിയിട്ട് കണ്ടില്ലേ, ഇതേപോലെയാണ് വേണ്ടത്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് സൂചിപ്പൊടിയാണ്. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സൂചിപ്പൊടിയില്ലേ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇതൊന്ന് കറക്കിയെടുക്കാം. അധികം നേരം അടിയേണ്ട ആവശ്യമില്ല കേട്ടോ. കണ്ടില്ലേ, ഇതേപോലെ ആയി കിട്ടിയാൽ മതി. കുറച്ച് നേരം ഒന്ന് നമ്മളെ പഞ്ചസാരയും മുട്ടയും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് അടിച്ചെടുക്കുക. ഇതുപോലെ കിട്ടിയാൽ മതിയാവും കേട്ടോ. അപ്പോൾ കണ്ടിട്ട് തന്നെ നല്ല അടിപൊളിയല്ലേ, കളറ് നല്ല ഭംഗിയുണ്ട്. ക്യാരറ്റ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് വന്നു. അതുപോലെ തന്നെ ക്യാരറ്റ് നെയ്യൊക്കെ ഇതിൻ്റെ അകത്ത് വന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഈ ഒരു സൂചിപ്പൊടി ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ കുതിരാൻ വെക്കണം കേട്ടോ. എന്നിട്ടാണ് ഫ്രൈ ആക്കി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളെ സൂചിപ്പൊടി ഇവിടെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അധികം കലങ്ങിയിട്ടും അല്ല ടൈറ്റിലും അല്ല കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് കിട്ടേണ്ടത്. ഇനിയിപ്പോൾ ഇത് നമുക്ക് ഫ്രൈ ആക്കി എടുക്കണം. അപ്പോൾ ഓരോ സ്പൂണിലും ഇതേപോലെ കോരി ഞാൻ ഓരോ ഭാഗത്തും നുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നമ്മളിപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. ഇത് അല്ലെങ്കിൽ നമ്മൾ തീ കൂട്ടി വെച്ചിട്ട് ഫ്രൈ ആക്കുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും കേട്ടോ. മുകൾ ഭാഗം കരിഞ്ഞിട്ട് ഉൾഭാഗം വേവാതെ ആകെ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് നിറം മാറുന്നത് വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. അത് പെട്ടെന്ന് തന്നെ വീർത്ത് വരും കേട്ടോ. കാരണം നമ്മൾ മുട്ട ചേർത്തതല്ലേ, മുട്ടയും അതുപോലെ തന്നെ പഞ്ചസാരയൊക്കെ ചേർത്തല്ലേ, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വീർത്ത് വരും കേട്ടോ. അപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്.
അപ്പം നമ്മളെ റവ കേക്ക് ഇവിടെ ആയിട്ടുണ്ട്. അടുത്തതും കൂടി ഞാൻ കോരിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഞാനിത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. ഇതുപോലാണെന്നുള്ള കേട്ടോ നമ്മളെ ഈ ഒരു കേക്ക്. അടിപൊളിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്, എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ ഇതാ കണ്ടില്ലേ, അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് കേട്ടോ, ആദ്യം പറഞ്ഞതുപോലെ തന്നെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.